ഒരു നാട്ടിലെ റോഡിലെ കാടും പടലും നീക്കം ചെയ്യാൻ വെട്ടുകത്തിയും തൂമ്പയുമായി ഒരു വൈദികൻ ഇടവജനങ്ങളുമായി റോഡിലിറങ്ങി. കുന്നദാനം മൈലമൺ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ഷിബു ടോം വർഗീസാണ് പള്ളിക്ക് മുന്നിലൂടെ പോകുന്ന റോഡിലെ കാട് വെട്ടിമാറ്റാൻ രംഗത്ത് വന്നത്. വൈദികൻ വെട്ടുകത്തിയും തൂമ്പയുമായി റോഡിലിറങ്ങിയപ്പോൾ ഇടവക ജനങ്ങളും ഒപ്പം കൂടിയതോടെ കുന്നന്താനം മൈലമൺ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിക്ക് മുന്നിലൂടെ കടന്നുപോകുന്ന റോഡിലെ കാട് മുഴുവൻ വെട്ടിമാറ്റി. ഇടവക വികാരി ഫാദർ ഷിബു ടോം വർഗീസും ഇടവക ജനങ്ങളുമാണ് റോഡ് ശുചീകരണത്തിനായി രംഗത്ത് എത്തിയത്. റോഡ് ശുചീകരണത്തോടൊപ്പം റോഡിലേക്ക് ചാഞ്ഞുകിടക്കുന്ന വൃക്ഷശിഖരങ്ങളും ഇടവക ജനങ്ങളുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റി. റോഡിൽ കാട് കയറിക്കിടന്ന കാരണം ഇഴജന്തുക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമായിരുന്നു. ഇതിനൊരു മാറ്റം വരുത്തുവാൻ ഈ ശുചീകരണം കൊണ്ട് സാധിച്ചു. റോഡ് കാട് മൂടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കാഞ്ഞത് മൂലമാണ് മൈലമൺ ഇടവകയിലെ വികാരിയും പൊതുജനങ്ങളും റോഡിൽ ഇറങ്ങേണ്ടതായി വന്നത്. ഇടവ വികാരി ഫാദർ ഷിബു ടോം വർഗീസിനെ കൂടാതെ ട്രസ്റ്റി നൈനാൻ കുരുവിള, സെക്രട്ടറി സിജു വർഗീസ് എന്നിവരും ശുചീകരണത്തിന് നേതൃത്വം നൽകി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണല്ലോ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സ്മരണാർത്ഥം അനേക പുണ്യപ്രവൃത്തികളും ജനസേവന പരിപാടി നടത്താറുണ്ടല്ലോ. അതിന്റെ ഭാഗമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നിരണം ഭദ്രാസനത്തിലെ മൈലമൺ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയ അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് മുണ്ടുകോട്ട തോട്ടപ്പടി വഴിയുള്ള ഈ വഴി ഇരുവശങ്ങളും വൃത്തിയായി സൂക്ഷിക്കുവാനും പൊതുജനങ്ങൾക്ക് നന്മയ്ക്കായി അത് പ്രത്യേകമായി ക്രമീകരിക്കുകയും ചെയ്യുന്നു. സഹകരിക്കുന്ന എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഗാന്ധി ജയന്തിയുടെ എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു.